ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം തുടരുന്ന ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് വീണ്ടും പലായനം. ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ ജനീൻ അഭയാർത്ഥി ക്യാമ്പ് വൈകാതെ ആളില്ലാ പ്രദേശമായി മാറുമെന്ന് UN മുന്നറിയിപ്പ്. 10 പേർ കൊല്ലപ്പെട്ട ജനീൻ നഗരത്തിലെ പ്രധാന ആശുപത്രിയിൽ വൈദ്യുതിയും വെളിച്ചവും വിച്ഛേദിച്ച് ഇസ്രായേൽ സൈന്യം. വെടിനിർത്തൽ കരാർ തുടർഘട്ടങ്ങൾ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കെ ഗസ സന്ദർശിക്കുമെന്ന് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്. മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട്. മുജീബ്, എന്താണ് വെസ്റ്റ് ബാങ്കിൽ സംഭവിക്കുന്നത്? ധന്യ, ഗസ വെടിനിർത്തൽ കഴിഞ്ഞ് ഇപ്പോൾ 3 ദിവസം പിന്നിട്ടപ്പോഴും ഈ വെസ്റ്റ് ബാങ്കിൽ, അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുക തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ജനീനിൽ വെടിവെപ്പിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ന് 2 ഫലസ്തീനികളെ കൂടി ഇസ്രായേൽ സേന വെടിവെച്ച് കൊന്നതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനകം 12 പേരാണ് ജനീനിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഇതിനുശേഷം ജനീനിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലേക്കുള്ള വെള്ളവും വെളിച്ചവും ഇസ്രായേൽ സൈന്യം വിച്ഛേദിച്ചിരിക്കുന്നു. ഇതോടെ ഈ പ്രദേശത്ത് വലിയ തരത്തിലുള്ള ആശങ്ക ഉടലെടുക്കുന്നു. പ്രദേശവാസികളും അതോടൊപ്പം തന്നെ കുടിയേറ്റക്കാരും തമ്മിലുള്ള സംഘർഷം അവിടെ തുടർക്കഥയാണ്. ഇതിനിടെ നിരവധി പേർ ഈ പ്രദേശത്തു നിന്നും മാറി താമസിക്കുന്നതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ വെസ്റ്റ് ബാങ്കിലെ ജനീൻ പ്രദേശത്തു നിന്നുള്ള പലായനം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. വലിയ തോതിലുള്ള സംഘർഷമായി അത് മാറുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് വീണ്ടും ഗസയും ഇസ്രായേലും താൻ സന്ദർശിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഫിലാഡൽഫിയ, നെറ്റ്സറീം ഇടനാഴികളിലായിരിക്കും വിറ്റ്കോഫിൻ്റെ സന്ദർശനമെന്നാണ് നമ്മൾ അറിയുന്നത്. വെടിനിർത്തലിന് ശേഷമുള്ള പരിശോധനയുടെ ഭാഗമായാണ് ഈ സന്ദർശനമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് നടക്കുന്നു. വെടിനിർത്തൽ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ബന്ദികളിൽ രണ്ടാമത്തെ ഒരു വിഭാഗം, അതായത് 4 വനിതാ ബന്ദികളെ കൂടി ശനിയാഴ്ച കൈമാറാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഹമാസ് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച ബന്ദികളെ കൈമാറും. അതോടൊപ്പം തന്നെ 100-ലധികം ഫലസ്തീനി തടവുകാരെ കൂടി ഇസ്രായേൽ അന്ന് വിട്ടു നൽകേണ്ടതുണ്ട്. ഈ തരത്തിൽ ആ വെടിനിർത്തൽ കരാറിൻ്റെ വ്യവസ്ഥകളുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആളുകൾ വീടൊഴിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും കൈറോയിൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതിനിധികളും അവിടെയുണ്ട്. അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കാണ് ഇനി നീങ്ങേണ്ടത്. വെടിനിർത്തലിൻ്റെ 16-ാം ദിവസമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടത്. 2ാം ഘട്ട വെടിനിർത്തലും അതുപോലെ 3ാം ഘട്ടവും ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന ചർച്ചകളാണ് അവിടെ നടക്കേണ്ടത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അക്കാര്യത്തിൽ ഒരു സംശയം ഉന്നയിച്ച സാഹചര്യത്തിൽ വീണ്ടും ഈ വെസ്റ്റ് ബാങ്കിലെ സംഘർഷങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി മുജീബ്.